എ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലേ? തീർച്ചയായിട്ടും. കാര്യം 20 സ്ഥാനാർത്ഥികളും വളരെ ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും. എങ്ങനെയുണ്ടാവും ഇന്ത്യയുടെ കേരളത്തിലെ പെർഫോമൻസ്? കേരളത്തിലെ പെർഫോമൻസ് വളരെ നന്നായിരിക്കും. കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ലല്ലോ. എല്ലാ സ്ഥലത്തും മത്സരിക്കുന്ന സമയത്ത് ഏതായാലും 400 മുകളിൽ സീറ്റുമായിട്ട് NDA അധികാരത്തിൽ വരുമെന്നുള്ള സത്യാവസ്ഥ അറിയാവുന്നവരാണ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്നുള്ള ഒരു വലിയ വാർത്തയും അതുപോലെ എല്ലാ ജനങ്ങളും വിശ്വസിച്ചതാണ്. ആ സാഹചര്യം മാറും. പിന്നെ NDA തന്നെ അധികാരത്തിൽ വരുമെന്ന് 100% എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് NDAയോടൊപ്പം നിൽക്കുന്ന MPമാർ ജയിപ്പിച്ചിടാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഈ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെതിരെ ഇന്നലെ വരെ ഇപ്പം CPM എന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് അടിസ്ഥാനത്തിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ വലിയ പ്രചാരണമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. പല ആളുകളെ ഇറക്കി CPM നടത്തുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും? അതൊക്കെ വിശ്വാസ്യതയുള്ളവരുണ്ടോ അവരാരും? ഈ പറയുന്ന ആളുകൾ സ്ഥിരമായി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കുറിച്ചൊക്കെ ആരോപണം പറഞ്ഞ് നടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു തെളിവുകളും ഒരു കാര്യത്തിലും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെ ഒരു ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഈ ഇലക്ഷൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ വന്നു ഇങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള ഗിമ്മിക്സ് ഒന്നും ഇന്നത്തെ കാലത്ത് ചിലവാകില്ല. കാര്യം ആളുകളൊക്കെ പ്രാക്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ. കേരളത്തിലെ NDA അക്കൗണ്ടില്ല. എത്ര സീറ്റ് കിട്ടുമെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ കൂടുതൽ സീറ്റുകൾ കിട്ടും, അത് ഉറപ്പാണത്. ഓക്കെ.